ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പ് തുറന്നിട്ട് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മഗ്‌രിബിന് ശേഷം ആകുമ്പോഴേക്ക് എൻ്റെ കിച്ചണും എൻ്റെ ഹോളും വീട് മൊത്തം അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറന്നിട്ട് മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഓത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ ക്ലീനിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹോള് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പം നോമ്പ് തുറക്കുമ്പോൾ മക്കളെ ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ നോമ്പ് തുറക്കൽ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ചിലപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുമ്പം അവരത് നിലത്തിടുകയെല്ലാം ചെയ്യും. അതുകൊണ്ട് തന്നെ അതെല്ലാം ക്ലീൻ ആക്കാൻ മഗ്‌രിബിന് നോമ്പ് തുറന്ന ശേഷമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് കിച്ചണിൽ കയറി തന്നെ നോമ്പ് തുറക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടാ. അതുകൊണ്ടും കിച്ചണും കൂടി ആകെ അലങ്കോലമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അങ്ങനെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും ഗ്യാസും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയ ശേഷം തുടച്ച ശേഷം പിന്നെ പാത്രം ഒരുപാട് കഴുകാനുണ്ട്. ഇനി മോന് സ്കൂൾ വൈകിട്ടിട്ട് വന്ന ടിഫിൻ ബോക്സും കാര്യങ്ങളും പിന്നെ നമ്മൾ നോമ്പ് തുറക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതെല്ലാം ഒരുപാട് പാത്രം കഴുകാനുണ്ട്. ഇനി അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം കുറേ നാളല്ലേ ക്ലീനിങ് വീഡിയോ എല്ലാം ഇട്ടിട്ട്. അപ്പം ഇതൊരു ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ കിച്ചണെല്ലാം അടിപൊളിയായിട്ട് ഒന്ന് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടിച്ചിട്ടൊന്ന് തുടച്ചിടാനുണ്ട്. കാരണം മോന് ജ്യൂസെല്ലാം കൊടുത്തെടുത്ത് നിലത്ത് മറിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഉറുമ്പെല്ലാം വരുന്നതിന് മുമ്പ് പിന്നെ അതെല്ലാം ഒന്ന് അടിച്ച് വാരി തുടച്ചിടണം. അപ്പം സോഫേൻ്റെ മീത്ത് നിന്നെല്ലാം അതെല്ലാം തിന്നിട്ട് പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സോഫയിൽ ഞാനൊന്ന് നല്ല രീതിക്ക് വിരിച്ചിട്ടിട്ട് അതുപോലെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് നേരെയാക്കിയിട്ടിട്ടാ. പിന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരുന്നുണ്ട്. പിന്നെ അടിച്ചു വാരിയിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പം ഇപ്പം നോമ്പിൻ്റെ ആയതുകൊണ്ട് ഈ സമയത്ത് കൂടുതലും ഇങ്ങനെയായിട്ട് എൻ്റെ റൊട്ടീൻസ് എല്ലാം പോകുന്നത്. കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പം ഞാനൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടിടുന്നുണ്ട്. അടിക്കലും തുടക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ മൊത്തത്തിൽ എൻ്റെ കിച്ചണിൽ നിന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണും അതുപോലെ തന്നെ ഹോളും റൂമും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.